വരെ ഒരു മത്സരം പോലും തോറ്റിട്ടില്ലാത്ത മൈക്ക് ടൈസൺ താരതമ്യേന ഒരു ചെറിയ ആളായ ബസ്റ്റർ ഡഗ്ലസിനോട് മത്സരിക്കുകയാണ്. 7ാമത്തെ റൗണ്ടിൽ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ ടൈസന്റെ ഇടി കൊണ്ട് നോക്കൌട്ടായി ബസ്റ്റർ ഡഗ്ലസ് താഴെ വീഴുകയാണ്. അന്നേ വരെ ടൈസൺ നോക്കൌട്ട് ചെയ്തവരാരും പിന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. ഡഗ്ലസിന്റെയും വിധി മറ്റൊന്നാണെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷെ ഒരു വിധത്തിൽ ഡഗ്ലസ് എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് അവിടെ വന്ന് നിന്നു. അടുത്ത ഇടി ടൈസൺ ഇടിക്കുന്നതിന് മുമ്പ് ബെല്ലടിച്ചു. ആ റൗണ്ട് പൂർത്തിയായി. ഡഗ്ലസ് രക്ഷപ്പെട്ടു. ഇനി അങ്ങോട്ടുള്ള റൗണ്ട് ടൈസന്റെ ഇടി കൊണ്ട് തീരാനുള്ളതാണ് ഡഗ്ലസിന്റെ വിധി എന്ന് എല്ലാവരും തീരുമാനിച്ചു. പിന്നീട് അങ്ങോട്ട് നടന്ന സംഭവങ്ങൾ ഒരു സിനിമയിലായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് ഒരു കട്ട് പോർഷൻ ഉണ്ടായേനെ. നേരെ പോകുന്നത് ബസ്റ്റർ ഡഗ്ലസിന്റെ ചെറുപ്പത്തിലേക്കായിരിക്കും. 10 വയസ്സിൽ സ്കൂൾ ബുള്ളിയുടെ കയ്യിൽ നിന്ന് ഇടിമേടിച്ചു വന്ന ഡഗ്ലസിനോട് നീ നാളെ പോയി അവനെ തിരിച്ചിടിച്ചില്ലെങ്കിൽ പകരം ഞാൻ പോയി ഇടിക്കുമെന്ന് പറഞ്ഞ അമ്മ. അപ്പന്റെ കൂടെ ബോക്സിംഗ് പഠിക്കാൻ തുടങ്ങിയ ഓരോ കാലഘട്ടത്തിലും ഡഗ്ലസിനെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നടന്ന അമ്മ. ഒടുവിൽ ടൈസണുമായിട്ടുള്ള മത്സരം തീരുമാനിച്ചപ്പോൾ എന്റെ മകൻ ടൈസനെ തോൽപ്പിക്കുമെന്ന് കണ്ടവരോടെല്ലാം പറഞ്ഞു നടന്ന അമ്മ. ഇതേ മത്സരത്തിന് 2 ദിവസം മുമ്പ് ഈ ലോകം വിട്ടുപോയ അമ്മ. ഈ കാഴ്ചകളൊക്കെ ഒരുപക്ഷെ ബസ്റ്റർ ഡഗ്ലസിന്റെ മനസ്സിൽ വന്നു പോയേക്കാം. കാരണം പിന്നീട് അങ്ങോട്ട് സിനിമകളുടെ ക്ലൈമാക്സിൽ ഇടികൊണ്ട് കിടക്കുന്ന നായകൻ മഴ പെയ്യുമ്പോഴോ പ്രിയപ്പെട്ടവരുടെ കരച്ചിൽ കേൾക്കുമ്പോഴോ ചാടി എണീറ്റ് വില്ലനെ ഇടിച്ചു വീഴുന്ന പോലെ ബസ്റ്റർ ഡഗ്ലസ് പിന്നീട് ഉയർത്തെഴുന്നേറ്റ് ടൈസനെ ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഒടുവിൽ ടൈസൺ നോക്കൌട്ട്. ടൈസന്റെ കരിയറിലെ ആദ്യത്തെ